ദീപാവലിക്ക് അടുപ്പിച്ച് 3 ദിവസം അവധി കിട്ടിയപ്പോൾ സിംഗപ്പൂരിൽ നിന്നും പെട്ടിയുമെടുത്ത് മലേഷ്യയിലേക്കൊരു ട്രിപ്പ് അടിക്കാൻ ഇറങ്ങി. ബട്ട് എല്ലാവരും ഇതേപോലെ തന്നെ പ്ലാൻ ചെയ്തിറങ്ങിയെന്ന് തോന്നുന്നു. റോഡിലെല്ലാം നല്ല തിരക്ക്. 6ഉം 4ഉം വരികളുള്ള അടിപൊളി എക്സ്പ്രസ് വേസ് ആണെങ്കിലും ചിലയിടത്തെല്ലാം ബ്ലോക്കിൽ പെട്ട് കിടന്നു. പതിവ് പോലെ മലേഷ്യയിലെ റോഡ് സൈഡിലെല്ലാം എണ്ണപ്പനകൾ തന്നെയാണ് കാഴ്ച. പിന്നെ കുറേ പ്രദേശത്ത് വളർന്നു വരുന്ന തേക്ക് മരങ്ങളും പഴത്തോട്ടങ്ങളും കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ മലാക്ക എടുക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയേക്കാൾ ഇത്തിരി കൂടെ വലിപ്പം മാത്രമുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് മലാക്ക. ഇതാണ് മലാക്ക റിവർ. വളഞ്ഞു പൊളഞ്ഞ് ശാന്തമായി ഒഴുകുന്ന ഈ നദിയുടെ തീരങ്ങളിലാണ് പഴയ മലാക്ക നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം. നദിയിലൂടെ ടൂറിസ്റ്റുകളെയും കൊണ്ട് സൈറ്റ് സീയിങ് ബോട്ടുകൾ പായുന്നു. ഇവിടുള്ള ചരിത്ര നിർമ്മിതികളും പ്രത്യേക സംസ്കാരവും കണക്കിലെടുത്ത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഉൾപ്പെടുത്തിയ പൈതൃക നഗരമാണ് മലാക്ക. ആദ്യം നമ്മൾ ഡച്ച് സ്ക്വയർ എന്നറിയപ്പെടുന്ന പഴയ മലാക്ക ടൗണിൻ്റെ പ്രധാന ഭാഗത്തേക്കാണ് പോകുന്നത്. ചുവപ്പ് നിറത്തിലുള്ള ഹിസ്റ്റോറിക് ബിൽഡിങ്സ് ആണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് റെഡ് സ്ക്വയർ എന്നും വിളിക്കാറുണ്ട്. പതിനാറാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ആദ്യം പോർച്ചുഗീസ്, പിന്നെ ഡച്ച്, അവസാനം ബ്രിട്ടീഷ് എന്നിങ്ങനെ യൂറോപ്യൻ കോളനിയായിരുന്നു മലാക്ക. ഡച്ച് കാലഘട്ടത്തിൻ്റെ നിർമ്മിതികളാണ് ഈ സ്ക്വയറിൽ പ്രധാനമായും കാണുന്നത്. ഏറ്റവും പഴക്കമുള്ളത് 1650 ഡച്ച് ഗവർണറുടെ ഓഫീസായി നിർമ്മിച്ച ഈ സിറ്റി ഹാളാണ്. ഇപ്പോൾ അതൊരു മ്യൂസിയമാണ്. അതിനടുത്തായി 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ നിർമ്മിച്ച ചർച്ച് കാണാം. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന ശേഷം ഈ കാണുന്ന ക്ലോക്ക് ടവറും ക്വീൻ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായി ഈ ഫൗണ്ടനും നിർമ്മിച്ചു. വളരെ മനോഹരമായാണ് ഇവിടെ ആകെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ സ്ക്വയറിന് അടുത്ത് തന്നെയായി ഒരു ചെറിയ കുന്നുണ്ട്. അതിനു മുകളിലേക്ക് നടന്നു. പഴയ ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങളും ലൈറ്റ് ഹൗസും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഏറ്റവും മുന്നിലായി ഇങ്ങനെ ഒരു പ്രതിമയുണ്ട്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയ അതേ സെൻറ്റ് ഫ്രാൻസിസ് തന്നെയാണ്. ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം മലാക്കയിലേക്കാണ് വന്നത്. താഴെ നമ്മൾ കണ്ട ചർച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പള്ളിയാണിത്. അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗീസുകാരാണ് ഇതുണ്ടാക്കിയത്. പണ്ടിവിടെ അടക്കിയ പ്രമുഖരുടെ സ്മാരകശിലകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രമുഖൻ മുൻപ് പറഞ്ഞ ഫ്രാൻസിസ് തന്നെയാണ്. ഈ കാണുന്നിടത്താണ് അദ്ദേഹത്തെ ആദ്യം അടക്കിയിരുന്നത്.
പിന്നെ ഇവിടെ നിന്നും ഭൗതിക ശരീരം ഗോവയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസിൽ ഇപ്പോഴും അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഗോവയിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും. ഇവിടെ അടുത്ത് തന്നെ ഒരു ഡച്ച് കൊളോണിയൽ സ്റ്റൈൽ മാൻഷൻ കാണാം. ഇവിടുത്തെ ഗവർണർമാരുടെ വസതിയായി പ്രവർത്തിച്ചിരുന്ന ബംഗ്ലാവാണിത്. ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. ആ കുന്നിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ എഫമോസ എന്നറിയപ്പെടുന്ന പഴയ കോട്ടയുടെ ഗേറ്റിലേക്കാണ് എത്തുന്നത്. പോർച്ചുഗീസുകാരാണ് 1512 ആദ്യമായി ഇവിടെ ഒരു കോട്ട പണിതത്. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഇവിടം ആക്രമിച്ചു പിടിക്കുകയായിരുന്നു. അന്ന് കോട്ടയുടെ പല ഭാഗങ്ങളും നശിക്കപ്പെട്ടു. ആ കോട്ടയുടെ ഇന്ന് അവശേഷിക്കുന്ന ചില ഭാഗങ്ങൾ ഇവിടെ കാണാം. ഇവിടെ കുറേ പതാകകൾ പാറുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. പ്രൊക്ലമേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് മെമ്മോറിയൽ. മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ടുങ്കു അബ്ദുൾ റഹ്മാൻ തങ്ങൾ സ്വതന്ത്രമാവുന്ന തീയതി പ്രഖ്യാപിച്ചത് ഇവിടെ നിന്നാണ്. 1957 ഓഗസ്റ്റ് 31. മലേഷ്യയിലെ 13 സംസ്ഥാനങ്ങളുടെ പതാകകളാണ് ഇവിടെ കാണുന്നത്. നടുവിൽ രാജ്യത്തിൻ്റെ പതാക. അവിടെ നിന്നും ഇത്തിരി കൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ ഈ ബിൽഡിംഗ് കാണാം. പണ്ടിവിടെ ഉണ്ടായിരുന്ന മലാക്ക സുൽത്താൻ്റെ കൊട്ടാരത്തിൻ്റെ മാതൃകയാണിത്. ശരിക്കുള്ള കൊട്ടാരം പോർച്ചുഗീസുകാർ ഇവിടെ ആക്രമിച്ചു പിടിച്ചപ്പോൾ നശിപ്പിച്ചു കളഞ്ഞിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം പഴയ കൃതികളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച റെപ്ലിക്കയാണിത്. ഇരുമ്പാണികൾ പോലും ഉപയോഗിക്കാതെ മുഴുവൻ തടിയിൽ തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. കാഴ്ചകൾ കണ്ടു നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇനി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ സീ ഫുഡാണ് മെയിൻ. ആസാം പെഡാസ് എന്ന ഫിഷ് കറി ഫേമസ് ആണ്. എരിവും പുളിയുമുള്ള മീൻകറി, കൂടെ ബീഫ് റോസ്റ്റും ചേർത്ത് ഊണ് കുശാലാക്കി. അവസാനം ചെണ്ടോൾ എന്ന ഇവിടുത്തെ ഡെസേർട്ട് കൂടി കഴിച്ചു. എല്ലാം അടിപൊളി. ഫുഡിങ് കഴിഞ്ഞ് വീണ്ടും സിറ്റി എക്സ്പ്ലോർ ചെയ്യാനിറങ്ങി. ഇവിടെ എല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ ഇതുപോലെ സൈക്കിൾ റിക്ഷകളുണ്ട്. അടിപൊളിയായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ വെച്ച് പോകുന്ന റിക്ഷകൾ. ഈ ഏരിയ മറ്റ് വണ്ടികൾ നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാരാണെന്ന് കണ്ടപ്പോൾ റിക്ഷക്കാരനൊരു ഹിന്ദി പാട്ടൊക്കെ വെച്ചാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഡച്ച് സ്ക്വയറിൽ ചെന്നിറങ്ങി നദിയുടെ കരയിലൂടെ നടന്നപ്പോൾ ഇവിടെ മറ്റൊരു ചർച്ച് കൂടി കാണാം. 19-ാം നൂറ്റാണ്ടിൽ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ പേരിൽ നിർമ്മിച്ച ഗോതിക് സ്റ്റൈലിലുള്ള ഒരു ചർച്ച്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നെല്ലിമരങ്ങളുണ്ട്. നെല്ലിമരങ്ങൾക്ക് ഈ സിറ്റിയുമായി വലിയ ബന്ധമുണ്ട്. മലാക്ക എന്ന വാക്കിൻ്റെ മലയ ഭാഷയിലുള്ള അർത്ഥം തന്നെ നെല്ലി എന്നാണ്. സംസ്കൃതത്തിലെ അംലാക്ക എന്ന വാക്കാണ് ഇവിടെ എത്തിയപ്പോൾ മലാക്കയായി മാറിയത്. നഗരത്തിന് ഈ പേര് വന്നതിൻ്റെ പിന്നിൽ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ചേർന്ന രസകരമായ ഒരു കഥയുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ സിംഗപ്പൂരിലെ രാജാവായിരുന്ന പരമേശ്വർ രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം സിംഗപ്പൂരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയെന്നും ഇവിടെ നദിക്കരയിൽ ഒരു നെല്ലിമര ചുവട്ടിൽ വിശ്രമിക്കവേ തൻ്റെ ഒരു വേട്ടപ്പട്ടി ഒരു കൂരമാനെ പിടിക്കാനായി ചെന്നുവെന്നും എന്നാൽ ആ കൂരമാൻ പട്ടിയെ തള്ളി നദിയിലിട്ട ശേഷം രക്ഷപ്പെട്ടു എന്നുമാണ് ആ കഥ. ആ കുഞ്ഞൻ കൂരമാൻ്റെ ധൈര്യം കണ്ട രാജാവ് പരാജയമൊക്കെ മറന്ന് ഇവിടെ ഒരു രാജ്യമുണ്ടാക്കാൻ തീരുമാനിച്ചു. അന്ന് വിശ്രമിച്ച ആ നെല്ലിമരങ്ങളുടെ പേര് രാജ്യത്തിന് നൽകി.
ഇന്നും മലാക്കയുടെ ഔദ്യോഗിക സിംബലിൽ കൂരമാനും നെല്ലിമരവുമുണ്ട്. അങ്ങനെ കഥയൊക്കെ ഓർത്ത് നടന്നപ്പോൾ പരിചയം തോന്നുന്നൊരു സ്ഥലമെത്തി. ഇതാണ് ഇവിടുത്തെ ലിറ്റിൽ ഇന്ത്യ. ഇന്ത്യൻ ഷോപ്സൊക്കെ ഉള്ള ഇടം. ഇപ്പോൾ ദീപാവലി ആയതുകൊണ്ട് അതിൻ്റെ ചന്ത നടക്കുകയാണ്. പലഹാരങ്ങളും പൂജാ സാധനങ്ങളും തുണികളും പടക്കവുമൊക്കെ വിൽക്കുന്നുണ്ട്. മലേഷ്യയിൽ ഏകദേശം 7% തമിഴ് വംശജരുണ്ട്. അതുകൊണ്ട് എവിടെ ചെന്നാലും തമിഴ് കടകളും അമ്പലങ്ങളുമൊക്കെ കാണാം. വൈകുന്നേരമായാൽ മലാക്ക ആകെ ലൈറ്റപ്പ് ചെയ്ത് ഒരു ഉത്സവത്തിനൊക്കെ എത്തിയ പോലെ ഫെസ്റ്റീവ് ആംബിയൻസ് ആണ്. ഫുഡ് സ്റ്റോളുകൾ, റെസ്റ്റോറൻറ്റ്, ബാർ, പബ് എന്ന് വേണ്ട എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. ഈ സമയം നദിയിലൂടെ റിവർ ക്രൂസ് എടുത്താൽ അടിപൊളി വ്യൂസ് ആയിരിക്കും. അങ്ങനെ ഞങ്ങളൊരു ബോട്ടിൽ കയറി. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോട്ടാണ്. എൻജിൻ്റെ സൗണ്ടൊന്നുമില്ല. അതുകൊണ്ട് സ്വസ്ഥമായിരുന്ന് കാഴ്ചകൾ കാണാം. മലാക്കയിലെ ഹെറിറ്റേജ് ഏരിയയിലുള്ള വ്യത്യസ്തമായ ബിൽഡിങ്സ് ആണ് പ്രധാന വ്യൂ. കുറേ ഏരിയ ബാറുകളും പബ്ബുകളും റെസ്റ്റോറൻറ്റ്സും ഫുഡ് കോർട്ടും ഒക്കെയാണ്. വേറെ കുറച്ച് ഏരിയ കണ്ടൽ മരങ്ങൾ. ഈ ഏരിയ മുഴുവൻ ഇവിടുത്തെ പഴയ ട്രഡീഷണൽ വീടുകളാണ്. നദിയുടെ കരയാകെ വൃത്തിയായി ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. നദിക്കരയിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാൻ പാതകൾ ഒരുക്കിയിട്ടുണ്ട്. ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഇവിടെ ഒരിടത്ത് ദീപാവലി പ്രമാണിച്ച് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടക്കുന്നു. ഇവിടെയും പടക്കം പൊട്ടിക്കലൊക്കെയുണ്ട്. രാത്രിയാണ് ഇവിടം കൂടുതൽ സജീവമാകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഫേമസ് ആയ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, ജോങ്കർ നൈറ്റ് മാർക്കറ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇതൊരു ഫുഡ് സ്ട്രീറ്റായി മാറുന്നു. വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ചിലതൊക്കെ ഞങ്ങൾ വാങ്ങി. കാടമുട്ട കൊണ്ടുള്ള ഒരു ഓംലെറ്റ് സ്ക്യൂവർ, അടിപൊളി. വിവിധ തരം ഇറച്ചികളും സീ ഫുഡും ഒക്കെയുണ്ട്.
ഇതാ നീരാളിയുടെ കൈകൾ ബാർബക്യൂ ചെയ്യുന്നു. ഇവിടെ ഒരു പാനിപൂരി കട കണ്ടു. എത്ര വൃത്തിയോടെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ. നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ്. പഴങ്ങൾ കൊണ്ടുള്ള ക്യാൻഡി, ജ്യൂസ്, ഐസ്ക്രീം എന്ന് വേണ്ട ഫുഡീസിൻ്റെ സ്വർഗം. അവിടെ നിന്ന് അതും ഇതുമെല്ലാം കഴിച്ച് വയറ് നിറയാറെ. ഇനി ഡിന്നറൊന്നും വേണമെന്ന് തോന്നുന്നില്ല. നദിക്കരയിലൂടെ നടക്കുമ്പോൾ ഈ ഏരിയ മുഴുവൻ ബാറുകളും പബ്ബുകളും ഒക്കെയാണ്. നദിയിലെ കാഴ്ചകൾ കണ്ട് കാറ്റൊക്കെ കൊണ്ടിരുന്ന് ബിയറൊക്കെ അടിച്ച് ചിൽ ചെയ്യാം. ഇടയ്ക്കൊക്കെ അവിടെ ദീപാവലി പടക്കങ്ങൾ പൊട്ടുന്നുണ്ട്. വിവിധ തരം ഫുഡ് കിട്ടുന്ന നിരവധി റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് കോർട്ട്സ്, ലൈവ് മ്യൂസിക്കും ബാൻഡും ഒക്കെയുള്ള പബ്ബുകൾ എല്ലാം ഇവിടെയുണ്ട്. ലൈവ് മ്യൂസിക് ഉള്ളയിടത്ത് കയറി പാട്ടൊക്കെ കേട്ട് ഒരു ബാർബക്യൂ ഫിഷും ഓർഡർ ചെയ്തു. പാട്ടും അടിപൊളി, ഫിഷും അടിപൊളി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തമിഴ് ടീം കുറച്ച് വാദ്യോപകരണങ്ങളൊക്കെയായി വന്നു. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു അടിപൊളി പെർഫോമൻസ് അങ്ങ് കാഴ്ചവെച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ളവർ പരസ്പരം സന്തോഷത്തോടെ ഹാപ്പി ദീപാവലി ആശംസിക്കുന്നത് കണ്ടപ്പോൾ എന്തോ വലിയ സന്തോഷം തോന്നി. പാതിരാത്രി ആയാലും ഇവിടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. മറ്റൊരിടത്ത് കയറി ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് സ്ക്രീനിംഗ് കണ്ടു. എല്ലാം കഴിഞ്ഞ് നടന്നെത്തിയത് ഇവിടുത്തെ മറ്റൊരു നൈറ്റ് മാർക്കറ്റ്. തുണികൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെ നിരവധി ഐറ്റംസ്. ഇത് കൂടുതലും ലോക്കൽസിനെ ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റാണെന്ന് തോന്നുന്നു. രാത്രി 2 മണിവരെ ഇത് പ്രവർത്തിക്കും. ഇവിടെ അടുത്ത് തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു തമിഴ് കടയുണ്ട്. കറങ്ങി നടന്ന് വീണ്ടും വിശപ്പ് തുടങ്ങിയതിനാൽ അവിടെ നിന്ന് അടിപൊളി പൊറോട്ടയും ചിക്കൻ പെരട്ടും കഴിച്ച് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് ഹോട്ടലിലേക്ക് പോയി. രാവിലെ കുറച്ച് വൈകിയാണ് എണീറ്റത്. ഈ ഏരിയയിൽ എവിടെ നോക്കിയാലും ഹെറിറ്റേജ് ബിൽഡിങ്സ് തന്നെയാണ്. ഇന്നലെ രാത്രി നൈറ്റ് ഫുഡ് മാർക്കറ്റ് പ്രവർത്തിച്ച ജോങ്കർ സ്ട്രീറ്റ് ആണത്. ഇവിടുത്തെ ചൈന ടൗൺ ഏരിയ ആണ്. ഇന്നാദ്യം പോകുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ഒരു വില്ലേജ് കാണാനാണ്. കാംപോങ് മോട്ടൻ. പണ്ടിവിടെ ഉണ്ടായിരുന്ന വില്ലേജും അവിടുത്തെ ട്രഡീഷണൽ സ്റ്റൈൽ വീടുകളും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഏരിയ ആണിത്. മരം ഉപയോഗിച്ചാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തറയും ചുമരും ഒക്കെ മരം തന്നെ. നിലത്ത് നിന്നും തൂണുകളിൽ ഉയർത്തിയാണ് തറ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് മേയാൻ പനയോലകളോ മരപ്പലകകളോ ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇതിൽ മിക്ക വീടുകളും മേഞ്ഞിരിക്കുന്നത് ഷീറ്റാണ്. ചുമരും ചിലതൊക്കെ മരം മാറ്റിയിട്ടുണ്ട്.
എങ്കിലും ആ ഒരു ട്രഡീഷണൽ ശൈലി പാലിക്കുന്നുണ്ട്. ഈ വീടുകളിൽ ഒക്കെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ ഹോം സ്റ്റേ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ടൈം ക്യാപ്സ്യൂൾസായി ഓരോ കാലത്തെ ബിൽഡിങ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതവും അതിലേറെ സന്തോഷവും തോന്നുന്നു. അങ്ങനെ നടക്കുമ്പോൾ അതാ നദിയിൽ ഇഴഞ്ഞു പോകുന്ന ഒരു ജീവി. ആദ്യം പെരുമ്പാമ്പാണെന്ന് വിചാരിച്ചു, എങ്കിലും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഉടുമ്പാണെന്ന് മനസ്സിലായി. അവിടെ നിന്നും പുതിയ കാലത്തെ ഒരു അട്രാക്ഷനിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ജൈറോ ടവർ. ഇതിൽ കയറിയാൽ നഗരത്തിൻ്റെ 360 ഡിഗ്രി ബേർഡ്സ് ഐ വ്യൂ കിട്ടും. 110 മീറ്റർ ഉയരത്തിലാണിത് പോവുക. ഇന്നലെ കണ്ട മലാക്ക നദിയും അതിന് ഇരുവശവുമായുള്ള ഹെറിറ്റേജ് ബിൽഡിങ്സും ചർച്ചും ഡച്ച് സ്റ്റൈൽ ബിൽഡിങ്സും മലാക്ക നദി ഒഴുകി കടലിലേക്ക് പോയി പതിക്കുന്നതും ഒക്കെ ഇവിടെ ഇരുന്ന് കാണാം. ഇവിടെ ഒരു ഏരിയയിൽ കുറേ പോർച്ചുഗീസ് ഡച്ച് സ്റ്റൈൽ ബിൽഡിങ്സ് കാണാം. ലിസ്ബണൊക്കെ എത്തിയോ എന്ന് തോന്നും. പുതിയ കാലത്തെ ബിൽഡിങ്സും ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ടൂറിസ്റ്റുകൾക്കായി ഒരുപാട് ഐറ്റംസ് ഒക്കെയുണ്ട്. അതിലൊന്നാണ് ഇത്, അപ്സൈഡ് ഡൗൺ ഹൗസ്. നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തനിലെ സീൽസ് വേണേൽ റീക്രിയേറ്റ് ചെയ്യാം. നടന്ന് ക്ഷീണിച്ച് ഇച്ചിരി ഇളനീർ കുടിക്കാമെന്ന് കരുതി. കരിക്ക് ഷേക്ക് ഇവിടെ ഫേമസ് ആണ് കേട്ടോ. ഈ കാണുന്ന കപ്പൽ പോലുള്ള ബിൽഡിംഗ് ഒരു മ്യൂസിയമാണ്. ഇവിടെ മ്യൂസിയങ്ങളുടെ കളിയാണ്. എവിടെ നോക്കിയാലും മ്യൂസിയംസ് കാണാം. ഹിസ്റ്ററി മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, സീ മ്യൂസിയം, കൾച്ചറൽ മ്യൂസിയം എന്ന് വേണ്ട ഗോസ് മ്യൂസിയം വരെ ഉണ്ട്. നമ്മൾ മ്യൂസിയംസ് ഒന്നും പോയിട്ടില്ല കേട്ടോ. അവിടെ നിന്നും നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. മലാക്ക നദി കടലിൽ ചേരുന്നതിന് അടുത്തായുള്ള ഒരു ചെറു ദ്വീപാണിത്. പണിതുകൊണ്ടിരിക്കുന്നതും പണി നിന്നു പോയതുമായ ചില കെട്ടിടങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ വന്നത് ഇത് കാണാനാണ്. സ്ട്രെയ്റ്റ്സ് മോസ്ക്. മുസ്ലിം ടൈപ്പ് ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ അകത്ത് കയറ്റുകയുള്ളൂ. ഒരു വെറൈറ്റി സ്റ്റൈൽ പള്ളിയാണ്. കടലിലാണ് പ്രധാന ഭാഗങ്ങൾ പണിതിരിക്കുന്നത്. ഉച്ചഭക്ഷണം കൂടി കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചു. ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ കയറി കുബൂസും ആട്ടിറച്ചിയിട്ട ഹമ്മസും
പിന്നെ ചട്ടിയിൽ ദം ഇട്ടുണ്ടാക്കിയ ബീഫ് കറിയും ഒക്കെ കഴിച്ചു. സൂപ്പറായിരുന്നു. അങ്ങനെ കാഴ്ചകളെല്ലാം ഓർമ്മകളാക്കി മലാക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ പഴയ ഹെറിറ്റേജ് ബിൽഡിങ്സ് എല്ലാം ചരിത്രബോധത്തോടെ സംരക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അതെല്ലാം ടൂറിസത്തിനായി എഫിഷ്യൻ്റായി ഉപയോഗിക്കുന്നു. നമ്മുടെ ഫോർട്ട് കൊച്ചി, ആലപ്പുഴ ഒക്കെ ഈ മാതൃകയിൽ ഒരുക്കിയിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നേനെന്ന് ഓർത്തുപോയി. ഹെറിറ്റേജ് സിറ്റി എന്ന പേര് അർഹിക്കുന്ന സ്ഥലം തന്നെയാണ് മലാക്ക, അതിൽ സംശയമില്ല.